Hello everyone, welcome to my channel. Today I am going to teach you expansions exercise part 3. Expansions. 9th standard ICSE. Okay, നമുക്കിന്ന് എക്സസൈസ് 4A എക്സസൈസ് 4A അതിലുള്ള കണക്കുകൾ എന്തൊക്കെ പ്രോബ്ലംസ് ഉള്ളത് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ഫസ്റ്റ് വൺ 2A + B. ഇതിൻ്റെ സ്ക്വയർ കാണണം. അപ്പം നമുക്ക് ആ ഫോർമുല അറിയാം. എന്ത് ഫോർമുല? A പ്ലസ് ആൻസർ ആണ്. അപ്പോൾ A+B ഹോൾ സ്ക്വയർ, അതായത് A+B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A² + 2A + 2AB + B² ആണ്. അപ്പോൾ ഇവിടെ A+B എന്ന് പറഞ്ഞാൽ എക്ക് പകരം 2Aയും ബിക്ക് പകരം ബിയും ആണുള്ളത്. അപ്പം നമുക്ക് ഇതേ ഫോർമുല ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പഠിക്കാം? അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ A+B ഐഡൻറ്റിറ്റീസിൻ്റെ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? പാസ്കൽസ് ട്രയാങ്കിൾ വെച്ചിട്ട് ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പാൻഷൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പാസ്കൽസ് ട്രയാങ്കിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഐഡൻറ്റിറ്റീസ് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ A+B ഹോൾ സ്ക്വയർ = A² + 2AB + B² എന്ന് പഠിക്കുക. ഇനി നമ്മൾ ഇവിടെ എക്ക് പകരം ഇവിടെ എന്താണുള്ളത്? A = 2A ആണ്. ബിക്ക് പകരം B തന്നെയാണുള്ളത്. അപ്പം നമ്മൾ A+B ഹോൾ സ്ക്വയറിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2A + B ഹോൾ സ്ക്വയറിന് എടുക്കുക. അപ്പം നമുക്ക് അതേപോലെ തന്നെ നമ്മൾ കൊടുക്കുകയാണ്. എക്ക് പകരം ഇവിടെ എന്താണുള്ളത്? 2A ആണ്. അപ്പോൾ 2A ഹോൾ സ്ക്വയർ + 2A × ബിക്ക് തന്നെ +B² എന്ന് വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 4A² + 4AB + B² എന്ന് വന്നു അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസർ. എന്താ? 4A² + 4AB + B² ആണ് ഫസ്റ്റത്തെ ഇക്വേഷൻസിൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? രണ്ടാമത്തെന്ന് പറയുന്നത് 3A. ഇതാണ് ആൻസർ. 3A + 7B. ഇതും എന്താണ്? A+B ഫോമിലാണുള്ളത്. ഇവിടെ എക്ക് പകരം A = 3A ആൻഡ് B = എന്താണ്? 7B ആണ്. അപ്പോൾ നമ്മൾ A+B ഹോൾ സ്ക്വയർ കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണാനാണ് ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടാണ്? ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദിസ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്വയർ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ 3A + 7B ഹോൾ സ്ക്വയർ എന്നിട്ടു. അതിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? A+B ഹോൾ സ്ക്വയർ ഫോർമുല സെയിം ഇവിടെ അപ്ലൈ ചെയ്യുക. എക്ക് പകരം A² പകരം 3A ആണുള്ളത് അല്ലേ? അപ്പോൾ A² + 2 × AB. എക്ക് പകരം 3A × ബിക്ക് പകരം 7B + 7B ഹോൾ സ്ക്വയർ. B² പകരം 7B ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 9A² + എന്ത് വരും? 42AB + 49B². ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? മൂന്നാമത്തെ കൊടുത്തിരിക്കുന്നത് 3A - 4B. ഇതിൻ്റെ സ്ക്വയർ കാണാം. നമുക്കറിയാം ഇത് ഏത് ഫോമിലാണുള്ളത്? A - B ഫോർമുലാണുള്ളത്. A - B ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? A² - 2AB + B² എന്നുള്ള ഫോമാണ്. ഇവിടെ A = 3Aയും B = എന്താണ്? 4Bയും ആണുള്ളത്. അപ്പോൾ നമ്മൾ ആ ഫോർമുല നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്യുമ്പം 3A - 4B ഹോൾ സ്ക്വയർ = എന്ത് വരും? ഇവിടെ നമുക്ക് എക്ക് പകരം 3A ആണല്ലോ. 3A ഹോൾ സ്ക്വയർ മൈനസ് വരിക, കാരണം A - B ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. 2 × 3A × 4B പ്ലസ് എന്താണ്? 4B ഹോൾ സ്ക്വയർ എന്ന് വന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 3A² എന്ന് പറഞ്ഞാൽ 9A² -24 -24AB + 16B². ഇതാണ് ഇതിൻ്റെ ആൻസർ കിട്ടിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്, നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 3A /
2b മൈനസ് 2b ഡിവൈഡഡ് ബൈ 3a സ്ക്വയർ കാണണം നമുക്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ 3a മൈനസ് 2b മൈനസ് 2b ബൈ 3a ഹോൾ സ്ക്വയറിൻ്റെ സ്ക്വയർ കാണേണ്ടത് നമുക്ക് അല്ലേ. ഇതിൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ നമുക്കറിയാം ഇതും എന്താണ് a മൈനസ് ബി ഫോമിലാണ് അല്ലേ. a മൈനസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്താണ് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. ഇവിടെ എക്ക് പകരം എന്താണുള്ളത് 3a ബൈ 2bയും ബിക്ക് പകരം എന്താണുള്ളത് 2b ഡിവൈഡഡ് ബൈ 3a ആണ്. അപ്പം നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ഇതൊന്നുകൂടെ എഴുതാം. 3a ബൈ 2b മൈനസ് 2b ബൈ 3a ഹോൾ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, എക്ക് പകരം 3a ഡിവൈഡഡ് ബൈ 2b ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എബിക്ക് പകരം 3a ഡിവൈഡ് ബൈ 2b ഇൻറ്റു 2b ഡിവൈഡഡ് ബൈ 3a പിന്നെന്താണ് മൈനസ് അല്ല പ്ലസ് 2b ഡിവൈഡഡ് ബൈ 3a ഹോൾ സ്ക്വയർ വരും അല്ലേ, ഹോൾ സ്ക്വയർ വരും. അപ്പം നമുക്കിത് മാറ്റി എഴുതുമ്പോൾ ഇവിടെ എന്ത് വരും 9a സ്ക്വയർ ഡിവൈഡഡ് ബൈ 2b സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4b സ്ക്വയർ മൈനസ് ഇവിടെ എന്താ വരിക, ഈ 2ഉം ക്യാൻസൽ ചെയ്യാം, ഈ 3യും ക്യാൻസൽ ചെയ്യാം, ഈ ബിയും ക്യാൻസൽ ചെയ്തു, ബിയും ക്യാൻസൽ ചെയ്തു, ഈ എയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു 2 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ 2 പ്ലസ് എന്ത് വരും 4b സ്ക്വയർ ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9a സ്ക്വയർ എന്ന് വരും. 4b സ്ക്വയർ ബൈ 9a സ്ക്വയർ, അതായത് 9a സ്ക്വയർ ഡിവൈഡ് ബൈ 4b സ്ക്വയർ മൈനസ് 2 പ്ലസ് 4b സ്ക്വയർ ഡിവൈഡ് ബൈ 9a സ്ക്വയർ. ഇവിടെ എങ്ങനെ 2 മാത്രം വന്നേ, ഇതെല്ലാം ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഒരു 1 ടേം ആണ് അല്ലെ, ഒരേ ഒരു ടേം ആണ്. അപ്പോൾ അതിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 2 എന്ന് മാത്രമുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എന്നുള്ളതിലുള്ള 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് യൂസ് ഐഡൻറ്റിറ്റീസ് ടു ഇവാലുവേറ്റ് എന്നാണ്, അത് വേറൊരു മെത്തേഡിൽ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ, പക്ഷേ വേറെ നമ്പേഴ്സ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.